ഇന്നത്തെ നിങ്ങളുടെ അവസ്ഥ നോക്കരുത്. ഈ അവസ്ഥകളൊക്കെ താൽക്കാലികമാണ്. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാ പ്രേക്ഷകരെയും വീണ്ടും ഒരു മോർണിംഗ് ഗ്ലോറി എപ്പിസോഡിലേക്ക്, പുതിയൊരാഴ്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ഇന്ന് നമ്മളോട് വ്യക്തമായി സംസാരിക്കും. ഈ ദിവസങ്ങളെല്ലാം നമ്മൾ കർത്താവിൻ്റെ വചനം ശക്തിയോടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ജേർണലിലൂടെ ആണ് നമ്മൾ ഓരോ ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും നമ്മൾ ഒരു പവർഫുൾ വേർഡ് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ദ വേർഡ് ഈസ് ജനറോസിറ്റി. ഇന്നത്തെ വാക്ക് ഉദാര മനസ്കത. അതാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്ന വേർഡ്. അതിൽ നിന്ന് നമ്മൾ ശക്തമായി കേൾക്കാൻ പോകുന്നു. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് ഒരു പ്രൈം സ്പോൺസറാണ് ആദ്യമായിട്ടുള്ളത്. കൊച്ചിയിൽ നിന്ന് ഒരു സിസ്റ്ററാണ്, ഒരു വെൽവിഷറാണ്. ഇന്ന് മകൻ്റെ ജന്മദിനമാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. മേ ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ മാർച്ച് 11 മകളുടെ ജന്മദിനമായിരുന്നു. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കും നന്ദി സൂചകമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന 2 മക്കളെയും അനുഗ്രഹിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും യേശുവിൻ്റെ രക്തത്തിൻ്റെ കാവലുണ്ടാകട്ടെ, ദൈവിക അനുഗ്രഹം ഉണ്ടാകട്ടെ, ഒരു മുന്നേറ്റം ഉണ്ടാകട്ടെ. കർത്താവ്, ദൈവത്തിൻ്റെ പദ്ധതികൾ ഇവരുടെ ലൈഫിൽ സംഭവിക്കട്ടെ. മകനെ ഇന്ന് സ്പെഷ്യൽ ബ്ലെസ് ചെയ്യുന്നു. കർത്താവെ, സകല അനുഗ്രഹത്താലും ഈ പുതിയ വർഷത്തിൽ അങ്ങ് കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഈ പുതിയ വർഷത്തിൽ അങ്ങ് കൊടുത്തിരിക്കുന്ന സകല പ്രോമിസസും കർത്താവെ ഓരോന്നായി ഫുൾഫിൽ ആകുന്ന കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ വെൽവിഷർ ആയിരിക്കുന്ന സിസ്റ്ററേയും കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ നമുക്കൊരു കീ സ്പോൺസർ ഉള്ളത് അങ്കമാലിയിൽ നിന്ന് അക്ഷയ് ആൻഡ് മീനു ആണ്. ഇന്ന് സഹോദരി അതുല്യ ഗോപിയുടെ ജന്മദിനമാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ദ ഡേ അതുല്യ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എസ്പെഷ്യലി സഹോദരിയായ അതുല്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസത്തിൽ കർത്താവിന് അനുഗ്രഹം ഉണ്ടാകട്ടെ. അപ്പോൾ തന്നെ ദാമ്പത്തിക ജീവിതത്തിൽ കർത്താവെ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് അക്ഷയനെ മീനുവിനെ ബ്ലെസ് ചെയ്യുന്ന കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഇന്ന് സ്പോൺസർ ചെയ്ത 2 ഫാമിലീസ് ഞങ്ങൾ ഒരുമിച്ച് ബ്ലെസ് ചെയ്യുന്നു. അങ്ങയുടെ സകല അനുഗ്രഹത്താലും നിറച്ച് അങ്ങ് ഈ കുടുംബത്തെ മുൻപിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വി ബ്ലെസ് ദം ഫാദർ ഇൻ ജീസസ് നെയിം വി പ്രേ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്പോൺസർ ചെയ്ത എല്ലാവർക്കും സ്പെഷ്യലി നന്ദി പറയുന്നു. ആമേൻ. നമുക്ക് ഈ ആഴ്ച അനവധി ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ്സ് നടക്കുന്നു. നമ്മുടെ ഈ വരുന്ന വീക്കെൻഡിൽ നമുക്ക് ട്രിവാൻഡ്രത്ത് ദ ഗ്യാദറിംഗ് നടക്കുന്നു. ഇംഗ്ലീഷിലുള്ള ഒരു ആരാധനയാണ്. കഴക്കൂട്ടത്താണ് വെച്ച് നടക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിലുണ്ട്. അപ്പോൾ തന്നെ April 4 നമുക്ക് ട്രിവാൻഡ്രത്ത് വലിയൊരു മീറ്റിംഗ് വരികയാണ്. സെലിബ്രേഷൻ ഓഫ് ദ ക്രോസ്. അത് പാഷൻ വീക്കിലെ മീറ്റിംഗ് ആണ്. അത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലുള്ള ട്രാവൻകൂർ ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുന്നത്. സോ അതിലേക്ക് പ്രത്യേകം എല്ലാവരെയും ക്ഷണിക്കുന്നു. പാസ്റ്റർ ഷെൽഡൻ ബംഗേറ ശുശ്രൂഷിക്കുന്നു. അപ്പോൾ തന്നെ അനേക ദേവദാസന്മാരെയൊക്കെ ശുശ്രൂഷിക്കുന്നൊരു മീറ്റിംഗ് ആണ്. നമ്മുടെ ഫുൾ ബ്ലെസ്സിങ് ടുഡേ ടീം, പാസ്റ്റർ ഡാമിൻ, പാസ്റ്റർ ഷമ്മ, ഫുൾ ടീം ഉണ്ടായിരിക്കും. വലിയ കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പോവുകയാണ്. ആമേൻ. സോ അതിനുവേണ്ടി എല്ലാവരും ഒരുങ്ങുക. ഗോഡ് ബ്ലെസ് യു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യേശുവിൽ എൻ തോഴനെ കണ്ടേ, എനിക്കെല്ലാമായവനെ, 10,000 ഏറ്റവും സുന്ദരനെ, ശാരോനിൻ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തിയേ, 10,000 ഏറ്റവും സുന്ദരനെ. തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു, എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാ. ശാരോനിൻ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തിയേ, 10,000 ഏറ്റവും സുന്ദര
പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ. ലോകരെല്ലാം കൈവേടിഞ്ഞാലും ശോകഭാരം മേറിയാലും യേശു രക്ഷകനൻ താങ്ങും തണലുമായി. അവൻ എന്നെ മറക്കുകയില്ല, മൃത്യുവിലും കൈവിടില്ല. അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും. തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു. എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാ. ഓ ശാരോനിൻ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തിയേ. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ. ഓ പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ. വെൽക്കം ബാക്ക്. ഈ ഒരു പുതിയ ആഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചയിലെ മോർണിംഗ് ഗ്ലോറി ഓരോ ദിവസവും വ്യക്തതയോടെ കർത്താവ് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് മാർച്ച് 16, മൺഡേ. ഫോക്കസ് വേർഡ് ജനറോസിറ്റി. നിങ്ങളുടെ കയ്യിലുള്ള ദ ഇയർ ഓഫ് ദ സൂപ്പർ നാച്ചുറൽ 2026 ബ്ലെസ്സിങ് ടുഡേ ഡയറി ആൻഡ് സെർമൺ നോട്ട് കീപ്പർ ഡിവോഷണൽ ഡയറി, അതിലെ മാർച്ച് 16 പേജ് എടുക്കുക. അതിൽ നിങ്ങൾക്ക് കുറിച്ച് വയ്ക്കാം. അപ്പോൾ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കാണുന്നവർ കമൻറ്റ് സെക്ഷനിൽ ആക്റ്റീവ് ആയിരിക്കണം. ഞാൻ പറയുന്ന പ്രധാന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ ടൈപ്പ് ചെയ്തിടുക. ആർ യു റെഡി? ജനറോസിറ്റി അല്ലെങ്കിൽ ഉദാരമനസ്കത, മഹാമനസ്കത എന്നൊക്കെ പറയുന്ന കാര്യം. പ്രോവർബ്സ് 11 and verse number 25. സദൃശ്യവാക്യങ്ങൾ 11:25 നമ്മൾ കാണുന്നത് എ ജനറസ് പേഴ്സൺ വിൽ പ്രോസ്പർ, ഹൂ എവർ റിഫ്രഷസ് അതേഴ്സ് വിൽ ബി റിഫ്രഷ്ഡ്. അപ്പം ഇതൊരു ജ്ഞാനത്തിൻ്റെ മൊഴിയാണല്ലോ, വിസ്ഡം സേയിങ് ആണ്. അതിൽ പറയുന്നതനുസരിച്ച് ഉദാരമനസ്കൻ അല്ലെങ്കിൽ മഹാമനസ്കൻ അഭിവൃദ്ധി പ്രാപിക്കും, വലിയ ഐശ്വര്യം ഉണ്ടാകും. അതുപോലെ മറ്റുള്ളവരെ തണുപ്പിക്കുന്നവർക്ക് തണുപ്പ് കിട്ടും. ഡെക്ലറേഷൻ നോക്കുക. ഐ ബിൽഡ് ത്രൂ ഗിവിങ്, ആസ് ഐ പോർ ഔട്ട് ഗോഡ് പോർസ് ബാക്ക് ഇൻ അബൻഡൻസ്. ഞാൻ നൽകുന്നതിലൂടെ ഞാൻ പണിയുന്നു. ഞാൻ മറ്റുള്ളവർക്ക് ചൊരിഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് എനിക്ക് സമൃദ്ധമായി തിരികെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ബൈബിൾ റീഡിംഗ് പ്ലാൻ ആ പേജിൽ തന്നെ ഉണ്ട്. ദയവായി ഇന്ന് തന്നെ ആ വേദഭാഗങ്ങൾ വായിച്ച് ടിക്ക് ചെയ്യുക. ജനറോസിറ്റിയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. പ്രധാനമായിട്ട് 4 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വായിച്ച പ്രധാന ഫോക്കസ് വേഴ്സിൽ എ ജനറസ് പേഴ്സൺ വിൽ പ്രോസ്പർ, ഉദാരമനസ്കൻ അഭിവൃദ്ധി പ്രാപിക്കും എന്ന് മാത്രമല്ല മറ്റുള്ളവരെ തണുപ്പിക്കുന്നവർക്ക് തണുപ്പ് കിട്ടും. അതിൽ പോയിന്റ് നമ്പർ 1, ജനറോസിറ്റി റിഫ്ലെക്ട്സ് ദ നേച്ചർ ഓഫ് ഗോഡ്. ഇതാണ് അതിൻ്റെ ബേസ്. ഉദാരമനസ്കത ദൈവത്തിൻ്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഉദാരമനസ്കരായിട്ടുള്ള ആരെല്ലാം ഭൂമിയിലുണ്ടോ അവരിലൂടെ വെളിവാകുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹാമനസ്കതയാണ് അല്ലെങ്കിൽ ഉദാരമനസ്കതയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബേസിക്കലി ജനറോസിറ്റി ബിഗിൻസ് വിത്ത് ഗോഡ് ഹിംസെൽഫ്. ദൈവത്തിൽ നിന്നാണ് ഈ ഉദാരമനസ്കത ആരംഭിക്കുന്നത്. ഉദാരമനസ്കരായിട്ടുള്ള ഒത്തിരി പേരെ ഒരുപക്ഷെ ഞാനിത് പറയുന്ന സമയത്ത് ഈ നല്ല ഉദാരമനസ്കതയുള്ള അല്ലെങ്കിൽ ഔദാര്യമായി കൊടുക്കുന്ന ആരെങ്കിലും 2 പേരെ ഒന്ന് മനസ്സിൽ ചിന്തിക്കാമോ? നിങ്ങളുടെ ലൈഫിൽ കണ്ടിട്ടുള്ള
ഒത്തിരി പേർക്ക് ധാരാളമായി കൊടുക്കുന്ന സ്വഭാവമുള്ള 2 പേരെ മനസ്സിൽ കൊണ്ടുവരിക. നമ്മൾ വിചാരിക്കുക അവരുടെ പാരൻസ്, അവരുടെ ഫാദറോ മദറോ അങ്ങനെ ആയിരിക്കും, അവരിൽ നിന്നായിരിക്കും ഈ സ്വഭാവം കിട്ടിയത്. ഒരു തരത്തിൽ ശരിയായിരിക്കും. ചിലരുടെ മാതാപിതാക്കന്മാർ മറ്റുള്ളവർക്ക് ഒത്തിരി കൊടുക്കുന്നത്, അരിയും അതുപോലെ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം, പൈസ ഇല്ലാത്തവർക്ക് പൈസ, അല്ലെങ്കിൽ ചിലർക്കൊക്കെ വീട് വെച്ച് കൊടുക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പലരെയും നിങ്ങൾ കണ്ടു കാണും. അവരുടെ പാരൻസ് അങ്ങനെ ചെയ്ത് കണ്ട് അവരും അതുപോലെ, അതിലൊക്കെ ഒരു വാസ്തവം ഉണ്ടായിരിക്കാം. ആരെങ്കിലുമൊക്കെ ഇത് കാണിച്ചു കൊടുക്കാൻ വേണമല്ലോ. എന്നാൽ യഥാർത്ഥത്തിലെ മഹാമനസ്കത ആരംഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. ഗാഡ് ഈസ് എ ഗിവിങ് ഗാഡ്. ദൈവത്തിൻ്റെ പ്രത്യേകത അവൻ നൽകുന്നവൻ. എല്ലാവരും ടൈപ്പ് ചെയ്യുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യണം. ദൈവം നൽകുന്നവനാണ്. ദൈവം ഉദാരമനസ്കനാണ്, മഹാമനസ്കനാണ്. എവറിത്തിങ് വി എൻജോയ് ഇൻ ലൈഫ് ഫ്ലോസ് ഫ്രം ഹിസ് ജനറസ് ഹാർട്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം എത്ര വലുതായിരിക്കും. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രാണവായു, വെള്ളം, ആഹാരം, വസ്ത്രം, ചെരുപ്പ്, കിടന്നുറങ്ങുവാനുള്ളൊരു ഷെൽട്ടർ, വാഹനങ്ങൾ, സൗഹൃദം, നമ്മൾ അനുഭവിക്കുന്ന എല്ലാം ദൈവത്തിൻ്റെ ഔദാര്യം കൊണ്ട് മാത്രം, ഉദാരമനസ്കത കൊണ്ട് മാത്രം നമ്മൾ അനുഭവിക്കുന്നതാണ്. ഈ ഒറ്റ കാരണത്താലാണ് നമ്മൾ ദൈവത്തിന് നന്ദി കരയേണ്ടതും, ദൈവത്തെ സ്തുതിക്കേണ്ടതും, ദൈവത്തെ ആരാധിക്കേണ്ടതും. ജോൺ 3:16, ദ ഗോൾഡൻ വേഴ്സ് ഇൻ ദ ബൈബിൾ. ബൈബിളിലെ സുവർണവാക്യം. God loved the world so much that he gave his only son. ദൈവം ഈ ഭൂമിയെ സ്നേഹിച്ചത് കൊണ്ട് തൻ്റെ ഏകജാതനായ പുത്രനെ അവൻ നമുക്ക് നൽകി. സ്വന്തം പുത്രനെ, മറ്റൊരു പുത്രനില്ല എന്ന് വെച്ചാൽ തന്നിൽ നിന്ന് ജനിച്ച് നിത്യനായി തന്നെ ഇരിക്കുന്ന മറ്റൊരു പുത്രൻ ഇല്ലാത്തപ്പോൾ നമ്മളൊക്കെ അതിന് ശേഷം പുത്രൻ്റെ കെയർ ഓഫിൽ പുത്രന്മാർ ആയി മാറിയവരാണ്. ജെയിംസ് 1:17 കൂടെ പറയാറുള്ള വചനമാണ്. എവ്രി ഗുഡ് ആൻഡ് പെർഫെക്റ്റ് ഗിഫ്റ്റ് ഈസ് ഫ്രം എബവ്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വരുന്നു. ആരിൽ നിന്ന്? വെളിച്ചങ്ങളുടെ പിതാവായ ദൈവത്തിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ 20:35 ഇറ്റ്സ് മോർ ബ്ലെസ്ഡ് ടു ഗിവ് ദാൻ ടു റിസീവ്. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് എത്ര അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ്. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത്. ഞാൻ അടുത്തത് പറയുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാമോ? മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് പോലെ, കൊടുക്കാനുണ്ടാകുന്നത് പോലെ കർത്താവിൻ്റെ കയ്യിൽ തരണമേ. ഹൃദയം വേണം, ഹൃദയം ആദ്യം വേണം. മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള മനസ്സ് വേണം. അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. വെൻ വി ഗിവ് ജനറസ്ലി വി മിറർ ദ ക്യാരക്ടർ ഓഫ് ആ ഹെവൻലി ഫാദർ. നമ്മൾ ആർക്കെങ്കിലും ഒരു കാര്യം കൊടുക്കുകയാണ്, സൗജന്യമായി, ദാനമായി, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കാൻ വേണ്ടി കൈ നീട്ടുമ്പോൾ നമ്മൾ പ്രതിഫലിപ്പിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്വഭാവമാണ്. വാവ്! ഇന്ന് ഈ മോർണിംഗ് ഗ്ലോറി കേൾക്കുന്ന ദിവസം ഇന്ന് എന്ത് കൊടുക്കാൻ കഴിയും മറ്റുള്ളവർക്ക്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്നോട് ഭയങ്കരമായി കർത്താവ് ഉള്ളിലിടപെട്ടൊരു വചനമാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ 10:38. അതും ഇങ്ങനെ ഒത്തിരി ഉപയോഗിക്കപ്പെടുന്ന വചനമാണ്. പക്ഷേ അതിൽ പറയുന്ന ഒരു ഭാഗം മാത്രം. യേശുവിനെ പിതാവ് പരിശുദ്ധാത്മാവ് നല്ല ശക്തിയാലും അഭിഷേകം ചെയ്തതും അതിനുശേഷം അവൻ നന്മ ചെയ്തുകൊണ്ട്, ആ ഭാഗം, അവൻ നന്മ ചെയ്തുകൊണ്ട്, യേശു നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവൻ നന്മ ചെയ്തുകൊണ്ട് രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി. പിന്നെ അവൻ്റെ വിടുതലിൻ്റെ ശുശ്രൂഷയുടെ കാര്യം പറയുന്നത്. ജനറോസിറ്റി ഈസ് നോട്ട് മിയർലി എ ഫൈനാൻഷ്യൽ ആക്ട്, ഇറ്റ്സ് എ സ്പിരിച്വൽ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ നമ്മൾ ഈ മഹാമനസ്കത, ഉദാരമനസ്കത, കൊടുക്കുന്ന സ്വഭാവം എന്നൊക്കെ പറയുമ്പോൾ അത് എന്തെങ്കിലും ചിലർക്ക് കാശ് കൊടുക്കുന്നത് മാത്രമല്ല, ഒരു ഫൈനാൻഷ്യലായിട്ടുള്ള എന്തെങ്കിലും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നത് മാത്രമല്ല അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇറ്റ്സ് എ സ്പിരിച്വൽ ആറ്റിറ്റ്യൂഡ്. നമ്മുടെ ആത്മാവിൻ്റെ ഒരു മനോഭാവമാണത്. ദാറ്റ് നേച്ചർ, ഗിവിങ് നേച്ചർ ഈസ് എ സ്പിരിച്വൽ ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ സൂര്യനെടുത്ത് നോക്കുക. സൂര്യൻ്റെ പ്രത്യേകത, ഇറ്റ് ഡസ് നോട്ട് ഷൈൻ സെലക്റ്റീവ്ലി. നോർമലി സൂര്യൻ ഒരിക്കലും ചില ഭാഗങ്ങളിൽ മാത്രം പ്രകാശിക്കുന്നതല്ല. അത് മൊത്തം പ്രകാശം എവിടെയെല്ലാം എത്തിക്കാമോ എല്ലാ വശങ്ങളിലേക്കും അത് ചുരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന ഭാഗത്തേക്ക് ഞാൻ വേണ്ട,
അയക്കുന്നില്ല, എൻ്റെ പ്രകാശം അയക്കുന്നില്ല, അങ്ങനെയല്ലല്ലോ. ദ സൺ ഡസ് നോട്ട് ഷൈൻ സെലക്റ്റീവ്ലി, ഇറ്റ് പോഴ്സ് ലൈറ്റ് എവ്രിവെയർ. എവിടെയെല്ലാം പ്രകാശം ചൊരിയാമോ അവിടെയെല്ലാം സൂര്യൻ പ്രകാശം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇൻ ദ സെയിം വേ ജനറസ് പീപ്പിൾ അലൗ ബ്ലെസ്സിങ് ടു ഫ്ലോ ഫ്രീലി ത്രൂ ദിയർ ലൈവ്സ്. അതുപോലെ തന്നെ ഉദാരമനസ്കരായ ആളുകൾ അനുഗ്രഹത്തെ അവരിൽ നിന്നും ബ്ലെസ്സിങ് എല്ലാ ജീവിതങ്ങളിലേക്ക് ഒഴുകുവാൻ അവർ നിന്നു കൊടുക്കുന്നു. അപ്പോൾ ഈ നീതിയും സൂര്യനായ ദൈവത്തിനാണ് ഈ സ്വഭാവം ഉള്ളത്. ഒറിജിനൽ സൺ, ദാറ്റ് ഈസ് ദ സൺ ഓഫ് റൈച്ചസ്നസ്, ഗോഡ് ഹിംസെൽഫ്. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകും. ഈ ദൈവമാണ് സകലത്തിൻ്റെയും സോഴ്സ് എന്ന് പറയുന്നത്. എല്ലാവർക്കും പ്രകാശം ചൊരിയുന്നവൻ. അവൻ ഉണ്ടാക്കിയതാണ് നമ്മളുടെ സോളാർ സിസ്റ്റത്തിലുള്ള സൂര്യൻ. ആ സൂര്യൻ്റെ സ്വഭാവം നീതിയൻ സൂര്യൻ്റെ നേച്ചർ തന്നെയാണ്. എല്ലായിടങ്ങളിലേക്കും പ്രകാശം ചൊരിയുന്നു. നമ്പർ 2, ജനറോസിറ്റി റിഫ്രഷസ് പീപ്പിൾ എറൗണ്ട് യു. ജനറോസിറ്റി ഉണ്ടെങ്കിൽ, ഉദാരമനസ്കത ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇറ്റ് റിഫ്രഷസ് പീപ്പിൾ അറൗണ്ട് യു. നിങ്ങളുടെ ചുറ്റിലുമുള്ള ആളുകൾക്കൊരു തണുപ്പ് നൽകുന്നു, അല്ലെങ്കിൽ അവരെ നവോന്മേഷം അവർക്ക് നൽകുന്നു. സദൃശവാക്യത്തിൽ ആദ്യത്തെ നമ്മുടെ ഫോക്കസ് വേഴ്സിൽ നമ്മൾ വായിച്ച പാർട്ട് ഇങ്ങനെയാണ്: ഹൂ എവർ റിഫ്രഷസ് അതേഴ്സ് വിൽ ബി റിഫ്രഷ്ഡ്. മറ്റുള്ളവരെ തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും, മറ്റുള്ളവർക്ക് ഉന്മേഷം പകരുന്നവർക്ക് ഉന്മേഷം കിട്ടും. ബിക്കോസ് ജനറോസിറ്റി സ്ട്രെങ്തൻസ് ആൻഡ് എൻകറേജസ് പീപ്പിൾ. ഈ കൊടുക്കുന്ന സ്വഭാവം, ജനറോസിറ്റി, അത് എല്ലാവർക്കും ഭയങ്കരമായൊരു ഉത്സാഹവും ഉണർവും കൊണ്ടുവരുന്നതാണ്. എ കൈൻഡ് വേർഡ്, ടൈംലി ഹെൽപ്പ് ഓർ ഓപ്പൺ ഹാൻഡ് ക്യാൻ ലിഫ്റ്റ് സമൺ ഹു ഈസ് വിയറി. ഉദാഹരണത്തിന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ജനറോസിറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് കാശോ സാധനങ്ങളോ കൊടുക്കുന്നത് മാത്രമല്ല, എ കൈൻഡ് വേർഡ്, ദയോടെ ഒന്ന് സംസാരിക്കുന്നത്, ടൈംലി ഹെൽപ്പ്, ഒരു വലിയ ആവശ്യത്തിലിരിക്കുമ്പോൾ ഒരാളെ സഹായിക്കുന്നു. അതുപോലെ ഓപ്പൺ ഹാൻഡ്, തുറന്ന കൈയോടെ നമ്മൾ പെരുമാറുന്നു. ഇതൊക്കെ വളരെ ക്ഷീണിച്ചും തകർന്നും നിരാശയിലൊക്കെ കിടക്കുന്ന പലരെയും എടുത്തുയർത്തുവാൻ, അവരുടെ ലൈഫിലൊരു അപ്ലിഫ്റ്റ്മെൻ്റ് ആകാൻ തന്നെ സഹായിക്കും. 2 Corinthians 9:11, 2 Corinthians 9:11, you will be enriched in every way so that you can be generous. നിങ്ങളെല്ലാ നിലകളിലും സമ്പന്നരായി മാറുന്നതിനാൽ നിങ്ങൾക്ക് ഔദാര്യത്തോടെ ജീവിക്കാൻ സാധിക്കും. ഇതൊക്കെ വചനത്തിൽ കിടക്കുന്ന വാഗ്ദത്തങ്ങളാണ്. ഞാൻ എപ്പോഴും പറയുന്നത്, വീണ്ടും പറയുന്നു, ഇന്നത്തെ നിങ്ങളുടെ അവസ്ഥ നോക്കരുത്. ഈ അവസ്ഥകളൊക്കെ താൽക്കാലികമാണ്. ഇപ്പോൾ നിങ്ങളൊരു പക്ഷേ ഒരു വാടക വീട്ടിലായിരിക്കാം, ബാങ്ക് ബാലൻസ് ഒന്നുമില്ല, നെഗറ്റീവായിരിക്കാം, അല്ലെങ്കിൽ കടക്കിണിയിലായിരിക്കാം, ഞെരുക്കത്തിൻ്റെ അപ്പം തിന്നുന്ന രീതിയിലായിരിക്കാം. പക്ഷെ ഇത് ടെമ്പററിയാണ്. ഇതുപോലെ തന്നെ ജീവിതകാലം മുഴുവനും ഇങ്ങനെയായിരിക്കുമെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത്? പെട്ടെന്ന് ദൈവത്തിന് അവസ്ഥകളെ മാറ്റാൻ പറ്റും. നെഞ്ചിൽ കൈവച്ച് പറഞ്ഞ്, എൻ്റെ അവസ്ഥകൾ പെട്ടെന്ന് മാറും, എൻ്റെ അവസ്ഥകളെ ദൈവം മാറ്റും എന്ന് പറയാം. ഒരു ബ്രേക്ക് ത്രൂ കർത്താവ് തന്നാൽ പോരെ, അവസ്ഥകളെ കർത്താവ് എടുത്ത് മാറ്റില്ലേ? ആവശ്യത്തിന് സപ്ലൈ നമ്മുടെ കൈകളിൽ തന്ന് അനേകർക്ക് കൊടുക്കാൻ കർത്താവ് നമ്മെ സഹായിക്കും. Hebrews 13:16, എബ്രായലേഖനം 13:16, do not forget to do good and share with others. നന്മ ചെയ്യാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും നിങ്ങൾ മറന്നു പോകരുത്. ഇപ്പോൾ ദൈവം അനുഗ്രഹിച്ചിട്ടുള്ളവരാണ് ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ പ്രാപ്തിയുള്ളവർ, ശരിയല്ലേ? ദൈവം അനുഗ്രഹിച്ചിട്ടുള്ളവർക്ക് മറ്റുള്ളവരെ കൂടുതൽ അനുഗ്രഹിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ദ ജനറസ് വിൽ themselves be blessed. Proverbs 22:9, സദൃശവാക്യങ്ങൾ 22:9 അത് കാണുന്നത്. ദ ജനറസ് വിൽ themselves be blessed. ഉദാരമനസ്കൻ അനുഗ്രഹിക്കപ്പെടും, മറ്റുള്ളവരോട് ഔദാര്യം കാണിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. ഇപ്പോൾ എബ്രായലേഖനം 13:16 നമ്മൾ നേരത്തെ വായിച്ചത്, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ നാം മറന്നു പോകരുത്. നാം മറ്റുള്ളവർക്ക് ഔദാര്യത്തോടെ കൊടുക്കുമ്പോൾ ഇത് തിരിച്ച് നമ്മിലേക്ക് തന്നെ
ഒത്തിരി മടങ്ങുകളായി തിരിച്ചു വരും. അതുകൊണ്ടാണ് വെൻ യു റിഫ്രഷ് അതേഴ്സ്, മറ്റുള്ളവർക്ക് തണുപ്പ് വരുത്തിയാൽ, മനസ്സിനൊരു കുളിർമ വരുത്തിയാൽ, ഗോഡ് എൻഷുവേഴ്സ് ദാറ്റ് റിഫ്രഷ്മെൻറ്റ്സ് റിട്ടേൺസ് ടു യു. അവർക്ക് ലഭിച്ച ആ ഉത്സാഹം, ഉണർവ്, തണുപ്പ്, അത് തിരിച്ച് നമ്മിലേക്ക് തന്നെ, നിങ്ങളിലേക്ക് തന്നെ അത് വന്നിരിക്കും. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുടെ വീട്ടിൽ കിണറുണ്ട്? ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ, കിണറുള്ളവർ. ഇനി കിണറില്ലേലും കിണർ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പള്ളി സ്കൂളിൻ്റെ മതിലിൻ്റെ ഒരു കോമ്പൗണ്ട് വാളിൻ്റെ അവിടെ ഒരു കിണറുണ്ട്. ആ കിണറിൻ്റെ പ്രത്യേകത, അതിൻ്റെ പകുതി സ്കൂളിൻ്റെ ക്യാമ്പസിനകത്തേക്കും പകുതി പുറത്തേക്ക് റോഡിലേക്കുമാണ് തുറന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം പുറത്തുനിന്നുള്ള ആളുകൾ കൂടെ, ഒരുപക്ഷെ പള്ളി അങ്ങനെ വെച്ചതായിരിക്കാം, പുറത്തുള്ള ജനങ്ങൾക്കും വന്ന് വെള്ളം കോരാം. ക്യാമ്പസിൻ്റെ അകത്ത് വരണ്ട, കാരണം പകുതി കിണർ അങ്ങോട്ടായിരിക്കുന്നത്. അകത്ത് നിന്ന് സ്കൂളിന് ആവശ്യമുള്ളതും കോരാം. അപ്പോൾ ചില കുട്ടികൾ ചെയ്തുകൊണ്ടിരുന്ന ഈ കിണറിൻ്റെ മുകളിലൂടെ ചാടും അപ്പുറത്തേക്ക്. അത് ഭയങ്കര അപകടകരമായിരുന്നു. സോ ഈ കിണറൊക്കെ ഇങ്ങനെ നമ്മൾ പോയി ഇങ്ങനെ നോക്കി, എത്ര ആഴമുണ്ട്. ഈ ബക്കറ്റൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്താവും അതിൻ്റെ താഴേക്ക് വരുന്നതെല്ലാം നമ്മളിങ്ങനെ ക്യൂരിയോസിറ്റിയോടുകൂടെ നോക്കി നിൽക്കും. അപ്പോൾ ഈ താഴെ എത്ര വെള്ളം കോരിയാലും അതിനനുസരിച്ച് ഉറവുകളിൽ നിന്ന് വെള്ളം വന്ന് വീണ്ടും കിണർ നിറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു 10 ബക്കറ്റ് വെള്ളം കോരി, കുറച്ച് കഴിയുമ്പോൾ അതുപോലെ തന്നെ ആ ലെവൽ ഉയർന്ന് പഴയതുപോലെ വരും. എക്സെപ്റ്റ് ചിലപ്പോൾ വല്ല വേനൽക്കാലത്തൊക്കെ ഭയങ്കരമായി കുറച്ചൊക്കെ വെള്ളം കുറഞ്ഞേക്കാം. അതർവൈസ് ഈ കിണറുകളുടെ പ്രത്യേകത, അതാണ് ഉറവുകളുടെ പ്രത്യേകത. നമ്മൾ മറ്റുള്ളവരെ തണുപ്പിക്കുമ്പോൾ നമുക്കുള്ള തണുപ്പിൻ്റെ ഉറവ്, നമ്മളെ ഉന്മേഷപ്പെടുത്തുന്ന ഉണർവ് വന്നുകൊണ്ടേയിരിക്കും. നമ്പർ 3, ജനറോസിറ്റി ബ്രേക്സ് ദ പവർ ഓഫ് സെൽഫിഷ്നെസ്. സ്വാർത്ഥതയുടെ ശക്തിയെ ഉടച്ചു കളയുന്നതാണ് മഹാമനസ്കത അല്ലെങ്കിൽ ഔദാര്യം. സെൽഫിഷ്നെസ് ഷ്രിങ്ക്സ് ലൈഫ്. സ്വാർത്ഥത ജീവിതത്തെ അങ്ങ് ചുരുക്കി ഞെരുക്കി കളയും. എന്നാൽ ജനറോസിറ്റി എക്സ്പാൻസ് ഇറ്റ്. മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ അതങ്ങ് ഭയങ്കരമായി ജീവിതം അങ്ങ് എക്സ്പാൻഡ് ചെയ്യും, വിപുലമാകും, വിശാലമാകും. സോ വെൻ പീപ്പിൾ ഹോൾഡ് tightly to everything they have, their world becomes small and anxious. ചില ആളുകളുണ്ട്, നമ്മളവരെ പിശുക്കന്മാർ എന്നാണ് വിളിക്കുന്നത്. നമുക്കെല്ലാവർക്കും കാണും കുറച്ച് പിശുക്ക് ഇങ്ങനെ പിടിച്ച് വെക്കുന്ന സ്വഭാവം. എല്ലാവരിലും ഒരളവ് വരെയൊക്കെ കാണും. ചിലർ എക്സ്ട്രാ ഓർഡിനറി പിശുക്കന്മാരാണ്, മൈസേഴ്സ്. അപ്പോൾ അവരെ ക്ലോസ് ഫിസ്റ്റഡ് ബീയിങ്സാണ് അവർ. അപ്പോൾ നമ്മൾ എല്ലാം ഭയങ്കരമായി ടൈറ്റാക്കി പിടിക്കുന്നൊരു സ്വഭാവം എന്ന് വെച്ചാൽ, എന്ത് കിട്ടിയാലും പിടിച്ച് ആർക്കും കൊടുക്കാത്ത കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. ഒരു ബിസ്ക്കറ്റ് കിട്ടിയാൽ ആർക്കും കൊടുക്കുമോ, ഇങ്ങനെ പൊട്ടിച്ച് ടൈറ്റ്ലി അത് പിടിച്ചുകൊണ്ടിരിക്കും. ചില കുട്ടികളുണ്ട് കിട്ടുന്നതെല്ലാം ഇങ്ങനെ എടുത്ത് കൊടുത്തുകൊണ്ടേയിരിക്കും, മറ്റുള്ളവരുടെ വായിൽ വെച്ച് കൊടുക്കും. അപ്പോൾ നമ്മൾ ഈ കുട്ടികളുടെ സ്വഭാവം കാണുമ്പോൾ പറയും, ഓ കൊടുക്കുന്ന സ്വഭാവം ഉണ്ട് കേട്ടോ. ചിലർ ഇവൻ കൊടുക്കില്ല ആർക്കും, ഇവളാർക്കും കൊടുക്കില്ല. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ പറയും. അത് നമ്മൾ ഫ്യൂച്ചറിലേക്ക് ജഡ്ജ് ചെയ്യണമെന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, സാധാരണ ആളുകൾ ഒന്നും ആർക്കും കൊടുക്കാതെ അവരവർക്ക് വേണ്ടി മാത്രം സ്വാർത്ഥതയോടെ പിടിച്ചുകൊണ്ടിരുന്നാൽ their world becomes small and anxious. അവരുടെ ലോകം ചെറുതായിക്കൊണ്ടിരിക്കും. മാത്രമല്ല ഇവർക്ക് എപ്പോഴും ഒരു ആധിയും ആകാംക്ഷയുണ്ട്. നാളെ എന്താ, ഇത് തികയുമോ. എന്നാൽ മറ്റുള്ളവർക്ക് ഇല്ലാത്തവർക്ക് കൊടുക്കുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ സംഭവിക്കുന്നത്, അവരുടെ ലോകം വലുതായിക്കൊണ്ടിരിക്കും. കാരണം കണക്ഷൻസ് കൂടും. ഇവരിൽ നിന്ന് നന്മ കൊടുത്തിട്ടുള്ളവർക്ക് പൊതുവേ ജനം നന്ദിയില്ലാത്തവരാണ്. മൊത്തത്തിൽ എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ട്, ജനറലി പീപ്പിൾ ആർ താങ്ക്ലെസ്. അങ്ങനെയാണ് പറയപ്പെടുന്നത്. നിങ്ങൾക്ക് തന്നെ അനുഭവം കാണും. യേശുവിൻ്റെ അടുക്കൽ വന്ന് നന്മ പ്രാപിച്ചവർ, രോഗസൗഖ്യം പ്രാപിച്ചവർ, അപ്പം തിന്നവരൊന്നും യേശുവിൻ്റെ ആവശ്യ സമയത്ത് അവരാരും വന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. സോ ജനറലി പീപ്പിൾ ആർ താങ്ക്ലെസ്. ബ്ലെസ്സിങ് ടുഡേ എടുത്താൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേർ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. എനിക്കറിയാം, ലക്ഷക്കണക്കിന്. ചിലരൊക്കെ കൈവെള്ളയിൽ വെച്ചതുപോലെ വളർത്തി ഒരുവിധമായി കഴിയുമ്പോൾ അല്പം പോലും താങ്ക്ഫുൾനെസ് ഇല്ലാതെ അവർ ഡിസപ്പിയർ ചെയ്ത് കളയും. സോ പീപ്പിൾ ആർ ജനറലി താങ്ക്ലെസ് ആൻഡ് സെൽഫിഷ്. അവരവരുടെ കാര്യം മാത്രം.
ഇതാണ് പലപ്പോഴും ദൈവത്തോടും നമ്മൾ കാണിക്കുന്നത്. ദൈവത്തിൽ നിന്ന് ഒത്തിരി നന്മകളൊക്കെ നമ്മൾ പ്രാപിച്ചാലും തിരിച്ചൊരു നന്ദി അവൻ്റെ അടുക്കിലേക്ക് വരുന്ന സ്വഭാവം പലപ്പോഴും മനുഷ്യരിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ അന്വേഷിക്കുന്ന മനുഷ്യപുത്രന്മാരുണ്ടോ എന്ന് ദൈവം നോക്കുന്നു. ലൂക്ക് 6:38 ഈ ലോകം വലുതാകുമെന്ന് പറഞ്ഞല്ലോ. ഗിവ് ആൻഡ് ഇറ്റ് വിൽ ബി ഗിവൻ ടു യു. കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. 1 Timothy 6:18, 1 തിമോത്തിയോസ് 6:18 ബി റിച്ച് ഇൻ ഗുഡ് ഡീഡ്സ്. കാശ് മാത്രമല്ല സമ്പന്നത, സൽപ്രവർത്തികളിൽ സമ്പന്നരാകാൻ കഴിയും. അയ്യോ, അതൊന്ന് ടൈപ്പ് ചെയ്തിട്ട് ആരെങ്കിലും. കാശ് കൊണ്ട് മാത്രമല്ല സമ്പന്നരാകുന്നത്, സൽപ്രവർത്തികളാലും നമുക്ക് സമ്പന്നരാകാൻ കഴിയും. ആൻഡ് ബി ജനറസ് ആൻഡ് വില്ലിംഗ് ടു ഷെയർ. നമുക്ക് സൽപ്രവർത്തികളാൽ നമുക്ക് മഹാമനസ്കതയുള്ളവരും മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരുമായി മാറാൻ കഴിയും. എക്ലീസിയാസ്റ്റസ് 11:1 സഭാപ്രസംഗി 11:1 കാസ്റ്റ് യുവർ ബ്രെഡ് അപ്പോൺ ദ വാട്ടേഴ്സ്. നിൻ്റെ അപ്പത്തെ വെള്ളത്തിൻ്റെ മേൽ എറിയുക. ആരെങ്കിലും അപ്പം വെള്ളത്തിൻ്റെ മേൽ എറിയുമോ? എനിക്ക് മനസ്സിലായ വ്യാഖ്യാനം, വെള്ളം അവിടെ കാണിക്കുന്നത് മനുഷ്യരാണ്. നിൻ്റെ അപ്പത്തെ വെള്ളങ്ങളുടെ മേൽ എറിയുക എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് നിൻ്റെ അപ്പം കൊടുക്കുക, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ലഭിച്ചതിൻ്റെ ഓഹരി അല്ലെങ്കിൽ ലഭിച്ചതിൽ നിന്നും വിതരണം ചെയ്യുക എന്നാണ്. ജനറോസിറ്റി ഫ്രീസ് ദ ഹാർട്ട് ഫ്രം ഫിയർ ആൻഡ് ഇറ്റ് ടീച്ചസ് us to trust God as our provider. ഈ നമ്മുടെ ഉള്ളിലുള്ള ഉദാരമനസ്കത അത് ഹൃദയത്തെ ഭയത്തിൽ നിന്നും സ്വതന്ത്രമാക്കും. മാത്രമല്ല നമ്മെ ദൈവത്തിൽ വിശ്വസിക്കാൻ പഠിപ്പിക്കും. നമുക്ക് സകലവും ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്, ദൈവമാണ് സകലത്തിൻ്റെയും ദാതാവ് എന്ന് മനസ്സിലാക്കി ദൈവത്തിൽ ആശ്രയിക്കാൻ നമ്മെ അത് പഠിപ്പിക്കും. കൈ ഇങ്ങനെ അടച്ചു വച്ചിരിക്കുന്ന ഒരാൾ, അയാൾക്കൊന്നും സ്വീകരിക്കാൻ സാധ്യമല്ല. കൈ അടച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും കൊടുക്കുന്ന സ്വഭാവം ഇല്ലാത്ത വ്യക്തിത്വം എന്നാണ് അർത്ഥം. ഇങ്ങനെ പിടിച്ചാൽ ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല. എന്നാൽ ഓപ്പൺ ഹാൻഡ് ആണെങ്കിൽ ആളുകൾക്ക് ഇതിൽ നിന്ന് എടുക്കുകയും ചെയ്യാം, തരികയും ചെയ്യാം. അതാണ് ഓപ്പൺ ഹാൻഡിൻ്റെ പ്രത്യേകത. എല്ലാവരും കൈ ഇങ്ങനെ പിടിക്കുക. പറഞ്ഞേ, കർത്താവേ, എൻ്റെ കൈ ഞാൻ തുറക്കുന്നു, കൊടുക്കുവാനും സ്വീകരിക്കുവാനും എന്നെ സഹായിക്കണമേ. ആമേൻ. നമ്പർ 4, ജനറോസിറ്റി ക്രിയേറ്റ്സ് എ സൈക്കിൾ ഓഫ് ബ്ലെസ്സിങ്. മാത്രമല്ല ഉദാരമനസ്കത അനുഗ്രഹത്തിൻ്റെ ഒരു ചക്രം, അനുഗ്രഹത്തിൻ്റെ ഒരു സൈക്കിൾ സൃഷ്ടിക്കുന്നു. ചാക്രികമായ അനുഗ്രഹത്തെ സൃഷ്ടിക്കുന്നതാണ് ഉദാരമനസ്കത. Proverbs 11:25 promises that the generous person will prosper. സദൃശവാക്യങ്ങൾ 11:25 കാണുന്നത് ഉദാരമനസ്കനായ ഒരു വ്യക്തി അഭിവൃദ്ധി പ്രാപിക്കും. Because God often multiplies blessing through people who allow resources to flow through them. അവരവരിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും വിഭവശേഷിയും ഒഴുകുവാൻ അനുവദിക്കുന്ന വ്യക്തികൾ, അവരുടെ മേലുള്ള അനുഗ്രഹത്തെ ദൈവം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്നൊരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മിലേക്ക് ദൈവം വീണ്ടും വീണ്ടും പകർന്നുകൊണ്ടിരിക്കും. ബിക്കോസ് വി ആർ എ ചാനൽ. ദൈവം നേരിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയല്ലല്ലോ ചെയ്യുന്നത്. പലപ്പോഴും ഒരു പ്രധാനമായൊരു വഴി ദൈവത്തിന് മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനുള്ളത് മനുഷ്യരിലൂടെ തന്നെയാണ്. 2 Corinthians 9:6 2 Corinthians 9:6 Whoever sows generously will also reap generously. ഉദാരമനസ്കതയോടെ വിതയ്ക്കുന്നവന് ഉദാരമനസ്കതയോടെ കൊയ്യാൻ കഴിയും. Psalm 112:5 സങ്കീർത്തനങ്ങൾ 112:5 Good will come to those who are generous and lend freely. ദയ തോന്നി വായ്പ കൊടുക്കുന്നവന് നന്മ വരും. ഓക്കെ. Proverbs 19:17 സദൃശവാക്യങ്ങൾ 19:17 Whoever is kind to the poor lends to the Lord. എന്ന് വെച്ചാൽ ഈ ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിന് ദൈവത്തിന് വായ്പ കൊടുക്കുന്നു. ഇപ്പോൾ മനസ്സിലായല്ലോ. അതായത് ദരിദ്രരോട് കരുണ കാണിക്കുന്ന ഒരാൾക്ക് വായ്പ കൊടുത്താൽ അത് അവർക്കല്ല, ദൈവത്തിന് കൊടുത്തതിന് തുല്യമാണ്. സോ ബ്ലെസ്സിങ്സ് ഗ്രോ വേർ ജനറോസിറ്റി ഫ്ലോസ്. ഉദാരമനസ്കത നമ്മിൽ നിന്ന് ഒഴുകുകയാണെങ്കിൽ അങ്ങോട്ട്
ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വന്ന് വീണുകൊണ്ടേയിരിക്കും. എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം ഞാൻ പറയാം. ഇന്ന് മോർണിംഗ് ഗ്ലോറി ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പലരുടെ ഹൃദയത്തിനകത്തൊരു പരിവർത്തനം, ഒരു വ്യത്യാസം ഉണ്ടായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നൊരു സ്വഭാവം കർത്താവ് തരും. അതുകൂടാതെ നിങ്ങളുടെ മേലും കർത്താവ് ഒത്തിരി അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. ഈ ചിലരുണ്ട്, ഈ വിത്തുകൾ അവർ ഒരു സ്റ്റോറേജ് സ്പേസിൽ അല്ലെങ്കിൽ എന്താ പറയുക, വെയർ ഹൗസ് അല്ലെങ്കിൽ സംഭരണശാലയിൽ അവിടെ തന്നെ വെച്ചേക്കും. അവരൊരിക്കലും വിതയ്ക്കില്ല. വിതയ്ക്കാത്തത് കൊണ്ട് അവർക്ക് കൊയ്ത്തുമില്ല. ഒരു വിതയ്ക്കുന്ന കൃഷിക്കാരന് മാത്രമേ കൊയ്ത്തിന് അർഹതയുള്ളൂ. അതുകൊണ്ട് നമ്മൾ വിതയ്ക്കാൻ പഠിക്കണം. സീഡ്സ് മസ്റ്റ് ബി സ്കാറ്റേഡ്. വിത്ത് എന്തിനുള്ളതാണ്? വിതയ്ക്കാനുള്ളതാണ്. എല്ലാവരും എന്ന് പറഞ്ഞാൽ വിത്ത് വിതയ്ക്കാനുള്ളതാണ്. എങ്കിൽ മാത്രമേ മൾട്ടിപ്ലിക്കേഷൻ സംഭവിക്കൂ, വിത്ത് വലുതാകുകയുള്ളൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജനറോസിറ്റി ഈസ് ദ സീഡ് ദാറ്റ് പ്രൊഡ്യൂസസ് ഫ്യൂച്ചർ ഹാർവെസ്റ്റ്. ഭാവിയിലെ കൊയ്ത്തിനെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്ന വിത്താണ് ഉദാരമനസ്കത, ഔദാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഭാവിയിലേക്ക് ഒരു കൊയ്ത്ത് വേണോ, ഇപ്പോൾ ഉദാരമനസ്കരായേ പറ്റൂ. സോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാം. പെട്ടെന്ന് ആരും ക്ലോസ് ചെയ്യരുത്. പ്രാർത്ഥന കഴിഞ്ഞിട്ടേ എല്ലാവരും ക്ലോസ് ചെയ്യാവൂ. കൈനീട്ടാം. കർത്താവ്, ഈ സ്വഭാവം, ദൈവത്തിൻ്റെ സ്വഭാവം ഞങ്ങളിൽ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളത് പ്രതിഫലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവ്, ഞങ്ങളുടെ കൈകൾ തുറന്നിരിക്കുവാൻ അനേർക്ക് കൊടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നിങ്ങൾക്ക് എവിടെയാണോ രോഗം, അല്ലെങ്കിൽ നെഞ്ചിൽ കൈവച്ച് ഒരു കൈ നീട്ടിപ്പിടിച്ചാലും യേശുവിൻ്റെ നാമത്തിൽ ഈ ശ്വാസം മുട്ടുകൊണ്ട് പ്രയാസപ്പെടുന്ന ചിലർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. സ്റ്റൊമക്കിനകത്ത് അസിഡിറ്റി പോലെയുള്ള രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. മൈഗ്രെയിൻ സൗഖ്യമാകട്ടെ കർത്താവ് അങ്ങയുടെ നാമത്തിൽ. വലിയ വിടുതൽ ഇപ്പോൾ കൽപ്പിച്ചിരിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. ഇൻ ജീസസ് നെയിം. ആമേൻ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എൻ്റെ ലിങ്കുകൾ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക, ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക. ഒത്തിരി പേരെ ഈ വചനം കേട്ട് അനുഗ്രഹം പ്രാപിക്കട്ടെ. നാളെ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.